കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാനായിട്ട്, പ്രത്യേകിച്ച് രാജാവിൻ്റെ ഭവനത്തിൽ ദൈവം ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും ജോലിയും മറ്റ് തിരക്കുകളും ഒക്കെ ഉണ്ടായിട്ടും അവയുടെ ഇടവേളകൾ കണ്ടെത്തി ദൈവസന്നിധിയിൽ വന്നിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ റവറൻ ജോസഫ് ടി ജോസഫ്, അതുപോലെ സൈമൺ പാസ്റ്റർ, ഇവിടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരൻ, മറ്റ് സഹോദരന്മാർ, പ്രിയ അമ്മച്ചി, പ്രിയപ്പെട്ട രാജായ കുടുംബം, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങൾക്ക് കുടുംബമായി ഈ ഭവനത്തിലും വരാനായിട്ട് കർത്താവ് അവസരം തന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഓരോ ദിവസവും കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകരുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവൻ. എത്രയോ പേര് രാത്രിയിൽ കിടന്നുറങ്ങുന്നു, പക്ഷേ രാവിലെ എഴുന്നേൽക്കാൻ കഴിയാതെ അവരുടെ ശരീരം തളർന്ന് ക്ഷീണിച്ച അവസ്ഥയിലൊക്കെ എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും മാറുന്നത്. നമുക്ക് അവരെ ആരാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അതിനൊരു ഫീലിംഗ് തോന്നാത്തത്. എന്നാൽ നമുക്ക് പരിചയമുള്ള എത്രയോ പേര് ഓരോ ദിവസവും അങ്ങനെ കഴിയുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവ് തരുന്ന എല്ലാ നന്മകൾക്കും വിടുതലുകൾക്കുമായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ യോഗത്തിൽ എനിക്ക് സംബന്ധിക്കാൻ കഴിഞ്ഞത് ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ദൈവത്തിൻ്റെ മുമ്പ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഭവനങ്ങളൊക്കെ ദൈവനാമത്തിൽ തുറന്നു കൊടുക്കുന്ന സഹോദരങ്ങളെ കർത്താവ് നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം യൂറോപ്പിൽ ആദ്യമായി ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന അതാരാണെന്ന് ആർക്കെങ്കിലും പറയാവോ? മോൾക്ക് പറയാവോ? ഹൂ ഈസ് ദ ഫസ്റ്റ് ക്രിസ്ത്യൻ ഇൻ യൂറോപ്പ്? ഇല്ല. ആർക്കെങ്കിലും പറയാവോ? യൂറോപ്പ് രാജ്യത്ത്. ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയത്തില്ലാത്തത്. എന്നാൽ ബൈബിൾ ഭാഷയിൽ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ആരാണ്. ആരാണ് അമ്മച്ചി? ഇല്ലില്ല, പുള്ളിക്കാരിക്ക് അറിയത്തില്ല. ഓക്കെ. പിന്നെ യൂറോപ്പിൽ ആദ്യമായിട്ട് ക്രിസ്തു വിശ്വാസി വന്ന ആരാണ്? ലുദിയ. യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മനസ്സിലാകാത്തത്. ആദ്യമായിട്ട് കർത്താവിന്റെ നാമത്തിൽ വിശ്വാസത്തിൽ വന്നു യൂറോപ്പില് ആദ്യമായി പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ യൂറോപ്പിലെത്തിയപ്പോൾ പുഴവക്കത്തിരുന്നു. ലിദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു. അങ്ങനെ ലിദിയ ആദ്യത്തെ ക്രിസ്തു വിശ്വാസിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവളുടെ വീട് കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തു. അതൊരു കൊച്ചു സഭയുടെ തുടക്കമായിരുന്നു. പിന്നെ ആ സഭ തുയത്തീരായിലെ സഭയ്ക്ക് എഴുതുക എന്ന വെളിപ്പാട് പുസ്തകം അടക്കം പറയുന്നത്ര നോട്ടബിളായ ഒരു ചർച്ചയായിട്ട് അത് മാറി എന്നുള്ളതാണ്. ഒരു വീട്ടിൽ തുടങ്ങിയ കൊച്ചു സഭ, ഒരു ചെറിയ തുടക്കങ്ങളെ ആദരിക്കുന്ന ദൈവം കൊച്ചു തുടക്കത്തെയും ആദരിച്ച് വലുതാക്കാൻ ആവശ്യമെങ്കിൽ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവ പ്രകാരം അല്ലാതെ നമുക്ക് ഒരു വളർച്ചയും വേണ്ട, ഒരു ഉയർച്ചയും വേണ്ട, ഒരു നന്മയും വേണ്ട. ദൈവഹിതമാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദയവായിട്ട് ശ്രദ്ധിക്കുക. ദൈവമായ കർത്താവിന്റെ അനുഗ്രഹവും കൃപയും നമ്മുടെ എല്ലാവരുടെ മേലും ഉണ്ടാകുമാറാകട്ടെ. കർത്താവിന്റെ ദാസനോട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് ഈ ഒരിക്കല് ഞാൻ സൺഡേ സ്കൂളിന്റെ കാര്യം പറഞ്ഞായിരുന്നോ? ഇല്ല, ഞായറാഴ്ച സഭയിൽ പറഞ്ഞു എന്നറിയത്തില്ല. സൺഡേ സ്കൂൾ, ഒരിക്കലും സൺഡേ സ്കൂൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ പറഞ്ഞായിരുന്നോ? ഇല്ല. സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ഇങ്ങനെ ഹെഡ് മിസ്സസ് ഓഫീസിൽ ഇരിപ്പുണ്ട്. ഒരു വലിയ ചർച്ചയാണ്. ആ സമയത്ത് സൺഡേ സ്കൂളിന്റെ സൂപ്രണ്ടന്റ് ഈ സൺഡേ സ്കൂളിലേക്ക് കയറി വന്നു. അപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഖവരയും കൂടാതെ ഈ ടീച്ചർ ചോദിച്ചു, ഈ ടീച്ചർ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സൂപ്രണ്ടന്റ് ചോദിച്ചു, എരിഹോ മതില് പൊളിച്ചതാരാന്ന് ചോദിച്ചു ഒരു കൊച്ചിനോട്. അവനിങ്ങനെ ഭയചകിതനായി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സാറേ ഞാനല്ലെന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം വിടുന്നില്ല. ഗൗരവപൂർണമായ മുഖം കണ്ട് ആ അധ്യാപിക അടക്കം വരണ്ടുപോയി. അവർ പറഞ്ഞു, ഈ കൊച്ചിനെ സഹായിക്കാനായിട്ട് അവൻ വിഷണ്ണനായ കരച്ചിലിന്റെ വക്കോളം എത്തിയപ്പോൾ സഹായിക്കാമെന്നായ അധ്യാപിക അവർ പറഞ്ഞു, സാറേ അവനായിരിക്കാൻ ഒരു സാധ്യതയുമില്ല, കാരണം ഈ സഭയിലെ ഏറ്റവും നല്ല ഒരു കുഞ്ഞാണ് അവൻ എന്ന് പറഞ്ഞു. അവസാനം ഒച്ച കേട്ട് ഓഫീസിൽ നിന്ന് ഹെഡ് മിസ്സസ് വന്നുവെന്നാണ് കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഹെഡ് മിസ്സസ് വന്നു പറഞ്ഞു, സാറേ കാര്യങ്ങളൊക്കെ ഞാനും മനസ്സിലാക്കി, ഇത്രത്തോളമൊക്കെ ആയ സ്ഥിതിക്ക് സാറായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ഞാൻ എൻ്റെ ചെലവിൽ ആ മതിലങ്ങ് കെട്ടിക്കൊടുത്തേക്കാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാം ഒരുപോലെയാണെന്നാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം നമ്മൾ ചെറുപ്പം മുതലേ
പഠിക്കുന്നത്, ചെറുപ്പം മുതലേ പഠിക്കുന്നത്. ഞാൻ കത്തോലിക്ക സഭയിലായിരുന്നുകൊണ്ട് ബൈബിളിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ആദ്യമായി മത്തായി സുവിശേഷം എടുത്ത് നോക്കുമ്പോൾ തന്നെ വായിക്കാൻ തോന്നുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മുഴുവൻ വംശാവലിയാണ്. അതൊക്കെ ഒരു അന്തമില്ലാത്ത കാര്യമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാൽ ബൈബിൾ ആദ്യമായിട്ട് വായിക്കേണ്ട ആളെ ഇപ്പോൾ ഏതാ വായിക്കേണ്ടത്? യോഹന്നാന്റെ സുവിശേഷമാണ് വായിക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം തൊട്ടാണ് ഒരു ആദ്യമായി സുവിശേഷം പുസ്തകം വായിക്കാൻ കിട്ടുന്ന ആളുകൾ യോഹന്നാന്റെ സുവിശേഷം മുതൽ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വചനം വായിക്കാനുള്ള പ്രേരണയുണ്ടാകും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗിരിപ്രഭാഷണമൊക്കെ അദ്ദേഹത്തിൻ്റെ അഹിംസാ സിദ്ധാന്തമൊക്കെ രൂപപ്പെടുത്തിയത് ബൈബിൾ വായിച്ചിട്ടാണ്. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റായിരുന്ന രാധാകൃഷ്ണൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു. നടക്കാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ബൈബിൾ വായിക്കുമായിരുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു. ഒരു ദിവസം അവരുടെ ആ വലിയ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അവർ താമസിച്ച ആ വീട്ടിൽ അതിന്നൊരു മ്യൂസിയമാണ്. നിങ്ങൾ ഓർക്കും ഭയങ്കര കമ്പനിയാണ് അവരൊക്കെ ആയിട്ട്. നല്ല അതിപ്പോൾ ഒരു മ്യൂസിയം ആയതുകൊണ്ട് പോയതാണ്. ഇന്ദിരാഗാന്ധി താമസിച്ച ഒരു വലിയ വീട്. ഞങ്ങൾ ഒരിക്കലും അവിടെ ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ പോയതാണ്. നിങ്ങളിങ്ങനെ അക്ഷമരായിട്ട് ഇന്ദിരാഗാന്ധിയൊക്കെ പരിചയം, പാസ്റ്റർ മോശക്കാരനല്ലോ എന്നൊക്കെ ഓർത്ത് കാണും. അപ്പോൾ അവിടെ ആ വലിയ വീട്ടിൽ ബൈബിൾ എവിടെയോ വെച്ച് മറന്നുപോയി. അവർ എവിടെയാന്നിട്ട് കണ്ടില്ല. അപ്പോൾ അവർ നമ്മുടെ ഡൽഹിയിലുള്ള ബൈബിൾ സൊസൈറ്റിയിലോട്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എനിക്കൊരു ബൈബിൾ എത്തിക്കണം എന്ന് പറഞ്ഞു. അവർ ഞെട്ടിപ്പോയി. ഇന്ദിരാഗാന്ധി ഫോൺ ചെയ്തിട്ട്, കിരീടം വയ്ക്കാത്ത രാജ്ഞിയാണ് അവർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞൊരു ബൈബിൾ എത്രയും പെട്ടെന്ന്. സെക്രട്ടറി തന്നെ നേരിട്ട് വന്ന് എത്രയും പെട്ടെന്ന് ബൈബിൾ കൊണ്ട് എത്തിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മാഡം എന്താണ് അത്രയും പെട്ടെന്ന് ആവശ്യപ്പെട്ട്? എൻ്റെ ബൈബിൾ എവിടെയോ വെച്ചു, അത് കാണുന്നില്ലെന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു, എനിക്ക് പാർലമെന്റിനെ ഫേസ് ചെയ്യണമെങ്കിൽ ബൈബിൾ വായിക്കണമെന്ന്. അപ്പോൾ ദൈവവചനം നമ്മൾ ചെറുതായിട്ട് വായിച്ചു തുടങ്ങുമ്പോൾ ബൈബിളിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ദൈവം പ്രപഞ്ചത്തോട് സംസാരിക്കുന്ന, മനുഷ്യനോട് സംസാരിക്കുന്ന ഇടപെടലുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് സാധാരണ ഒരു ഗ്രന്ഥമല്ല. നമ്മുടെ ബൈബിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ 1500 വർഷമെടുത്തു ഈ പുസ്തകം മുഴുവൻ എഴുതി തീർക്കാനായിട്ട്. ഏറ്റവും ആദ്യമായി ബൈബിളിൽ എഴുതിയത് ഇയ്യോബിന്റെ പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകക്രമം അനുസരിച്ച് ഒന്നാമത് വന്നെങ്കിലും ഇയ്യോബിന്റെ പുസ്തകമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് എഴുതപ്പെട്ടത്. ഈ ഇയ്യോബിന്റെ പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകം 1500 കൊല്ലം പിടിച്ചു ഇത് എഴുതാനായിട്ട്. ആദ്യത്തെ എഴുത്തുകാരനും അവസാനത്തെ എഴുത്തുകാരനും തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷേ ഈ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒരാൾ ഒറ്റ ഇരിപ്പിൽ എഴുതിയിട്ട് കുത്തിട്ട് അവസാനിപ്പിച്ചതുപോലെ 1 2 3 4 5 6 എന്ന് പറഞ്ഞ വിഷയബന്ധിതമാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അത് ഏറ്റവും അധികം അവകാശപ്പെടാനുള്ള ഒരു ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഞാൻ ഖുർആൻ വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിൽ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഖുർആനെ കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഗീതയെക്കുറിച്ചും ഒക്കെ ഞങ്ങളെ പഠിപ്പിക്കും. റിലീജിയസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, അത് പഠിപ്പിക്കുമ്പോഴാണ് അത് പഠിക്കുന്നത്. ഖുർആനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ അമ്പൊന്നുമില്ലാത്തൊരു എഴുത്താണ്. എന്ന് പറഞ്ഞാൽ ഒരു വിഷയബന്ധിതമല്ല. പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ എല്ലാം വിഷയാനുബന്ധമായി എഴുതിയിരിക്കുന്ന, പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്തുന്ന വിധത്തിലുള്ള രേഖപ്പെടുത്തലുകളാണ് വിശുദ്ധ ബൈബിളിലുള്ളത്. അതുകൊണ്ടാണ് ബൈബിൾ നമ്മൾ വായിക്കണം. ബൈബിളിലൂടെയാണ് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകത്തിനായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരെ പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അക്കരയ്ക്ക് ഇല്ലയോ? അക്കരയ്ക്ക് പോകാം. അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. എന്നാ അവിടെ നിർത്താൻ നോക്കാം. ബാക്കി പിന്നീട് നമുക്ക് വായിക്കാം. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ ഞായറാഴ്ച പറഞ്ഞ പോലെ ഞങ്ങളുടെ ചർച്ചിലൊരു അമ്മച്ചി ഉണ്ടാകും. ഇങ്ങനെ ദിവസം താഴെ മേളിലും എല്ലാം വായിച്ചുകൊണ്ട് ഞാൻ നോക്കരുത്. നിങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, പറയുന്ന ആളെ ശ്രദ്ധിക്കുക. ഇവിടെ യേശുക്രിസ്തുവിന്റെ പരസ്യജീവിത കാലത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ. നിങ്ങളാരും ഇസ്രായേലിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. നിങ്ങളാരും പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല. പക്ഷേ നിങ്ങളോർത്ത് ഞാൻ പോയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി വരുവാണ്. അല്ല, ഞാൻ പോയിട്ടില്ല. യേശുക്രിസ്തുവിന്റെ പരസ്യജീവിതം നടന്ന ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വൈകാരിക ബന്ധമുള്ളൊരു സ്ഥലമാണ്. യേശു ബത്ഭഗയിലൂടെ നടന്നപ്പോൾ ആ ഇടുങ്ങിയ വഴി ഇന്നും ഉണ്ട് അവിടെ.
പ്രൈസ് ദി ലോർഡ്. യേശു പ്രാർത്ഥിച്ച ഗെത്സമനത്തോട്ടം അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ മരം ഇന്നുമുണ്ട്, പൈൻ മരങ്ങൾ ഇന്നുമുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു വൈകാരികമായ ബന്ധമുണ്ടാകും. ഞാനതെല്ലാം പിക്ചറിൽ വീഡിയോയിലെല്ലാം കണ്ട് മനസ്സ് വല്ലാതെ സന്തോഷിച്ചിട്ടുണ്ട്. ആ മരങ്ങൾ അതൊക്കെ ഒരു സാക്ഷിയല്ലേ. യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ, രക്തം വിയർത്തപ്പോൾ ആ മരത്തിന് ആത്മാവ് ഉണ്ടായിരുന്നില്ല. ആ മരം അവിടെ ചെല്ലുന്നവരോട് പറഞ്ഞേനെ, 2000 കൊല്ലം മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി അരുമ രക്ഷകൻ ഇവിടെ വന്നിട്ട് ദൈവം അവന്റെ മേൽ സകല പാപവും ചുമത്തിയപ്പോൾ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന്. അപ്പോ ചില ആളുകൾ ചോദിക്കാറുണ്ട്, യേശുവിന് മരണത്തെ ഫേസ് ചെയ്യാൻ പേടിയായിരുന്നു? ഒരിക്കലുമല്ല. അതൊക്കെ വെറും നിരർത്ഥകമായ ചോദ്യങ്ങളാണ്. ഈ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ കാരണം, ദൈവഹിതമാണേൽ അത് നടന്നോട്ടെ എന്നും പ്രാർത്ഥിക്കാൻ കാരണം, പ്രപഞ്ചത്തിന്റെ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ക്രൂശുമരണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ലോക ചരിത്രത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ മരണം അനിവാര്യമായി വന്നു. അങ്ങനെയാ ക്രിസ്തുവിന്റെ ക്രൂശുമരണം സംഭവിച്ചത്. പാപപരിഹാര യാഗമായി ഒരാട് ബലിയായി അർപ്പിക്കപ്പെടുന്ന പഴയ നിയമ ചരിത്രത്തിന്റെ ഓർമ്മകളിലൂടെ പെസഹ കഴിഞ്ഞ് കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന് പറയുന്ന, പെസഹായ്ക്ക് കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന് പറയുന്ന ഓർമ്മകളോടനുബന്ധിച്ച് യേശുവിന്റെ ക്രൂശുമരണം സംഭവിച്ചതൊക്കെ വലിയ ചരിത്ര സത്യങ്ങളുടെ ഒരു പിന്തുടർച്ചയും ഒരു ഉറപ്പിക്കലുമായിരുന്നു. ഇതൊക്കെ നമ്മൾ ശരിക്കും പഠിക്കുമ്പോഴാണ് നമ്മൾ എന്തെന്ന പുസ്തകത്തിന്റെ മഹത്വം നമ്മൾ ദൈവവചനം ആഴത്തിൽ പഠിക്കുമ്പോഴാണ് നാം എന്ത് വിശ്വസിക്കുന്നു അത് എത്ര ആധികാരികമാണ്, ദൈവം എത്ര ഭംഗിയായിട്ടാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് നമുക്ക് തോന്നാനുള്ള കാരണം. ഇവിടെ യേശുവിന്റെ പരസ്യജീവിത കാലം എന്ന് പറയുന്നത് 3.5 വർഷമായിരുന്നു. 33.5 വർഷം കർത്താവ് ജീവിച്ചു. 30 വർഷം വരെ അവന് രഹസ്യ ജീവിതമായിരുന്നു. എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തൊരു മേഖല യേശുവിനുണ്ടായിരുന്നു. ജീവിച്ചു, ചുറ്റുപാടുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ, പൊതുവായി വലിയ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല. പക്ഷേ യേശു സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ശേഷം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്ന ഗലീലയിൽ ആരംഭിക്കുകയാണ്. യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷ 3.5 വർഷം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് വളരെ തിരക്ക് പിടിച്ച ശുശ്രൂഷയായിരുന്നു യേശുവിൻ്റേത്. നിങ്ങൾ ഈ അമേരിക്കക്കാരുടെ കാര്യം പറഞ്ഞ പോലാണ്, ഭയങ്കര തിരക്കാണ്. ജോലി, കുടുംബജീവിതം, ശുശ്രൂഷ, പ്രാർത്ഥന, കൂട്ടായ്മ, ഇതെല്ലാം ആയിട്ട് തിരക്കാണ്. യേശുവും 3.5 വർഷം വളരെ തിരക്കിലായിരുന്നു ക്രിസ്തു ഉണ്ടായിരുന്നത്. യേശു യെരുശലേം ഭാഗത്തുള്ള, അതായത് ഇസ്രായേലിൽ പോകണമെന്ന് ചോദിച്ചേ, ഒലിവ് മലയുടെ അടുത്ത് ആണ് യെരുശലേം ദേവാലയം ഉള്ളത്, ഏകദേശം അടുത്താണ്. യേശു രാത്രി മുഴുവൻ മലയിൽ പോയി പ്രാർത്ഥിക്കും, രാവിലെ ദേവാലയത്തിലേക്ക് വരും. രാവിലെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് യേശു പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ധാരാളം ആളുകൾ, രോഗികൾ എല്ലാം അവിടെ വരും. യേശു അവരെ എല്ലാം സൗഖ്യമാക്കും. ഭൂതബാധിതർ വരും, അവരെ യേശു സൗഖ്യമാക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഭൂതങ്ങളെ പുറത്താക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞാൽ വലിയ ശുശ്രൂഷ, ഒത്തിരി വലുതൊന്നുമല്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഈ ഭൂതം വിട്ടുപോവുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തെറ്റൊന്നുമില്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എന്ന് പറയുന്നതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ശീലിക്കുന്നത് നല്ലതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറയണം. അതാണ് വേദപുസ്തക അടിസ്ഥാനത്തിലും കർത്താവിൻ്റെ ഇഷ്ടവും അതാണ്. ക്രിസ്തു എന്ന് സംബോധന ചെയ്യണം. യേശുവിൻ്റെ കാലത്ത് തന്നെ 13ലധികം യേശുമാരുണ്ടായിരുന്നു. നമ്മൾ മീൻ ചെയ്യുന്ന അതല്ല, എനിക്കറിയാം, നമ്മൾ സത്യമായിട്ടും കർത്താവിനെ തന്നെയാണ്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഈ ഭൂതം വിട്ടുപോവുക. അതൊരു വലിയ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഈ ഭൂതാത്മാവിനോട് യേശു യുദ്ധം ചെയ്യുകയാണ്. അതിനാണ് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർ ചെയ്യുവാൻ ബാക്കി പറഞ്ഞേ ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഇന്നും ഞങ്ങൾ ഈ ആദിവാസി മേഖലകളിലൊക്കെ പോകുമ്പോൾ, തമിഴ്നാട്ടിലൊക്കെ ജോസ്മാരൊക്കെ പോയിട്ടുണ്ട്. അവിടെ പിന്നെ ഈ ദരിദ്ര മേഖലകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഈ വിവിധ ക്ഷുദ്രം ചെയ്തവരും മന്ത്രം ചെയ്തവരും, മന്ത്രവും ക്ഷുദ്രവും ഒന്നിനും പരിഹാരമല്ല കേട്ടോ. അതൊക്കെ പിശാച് ആ വ്യക്തിയെ നശിപ്പിക്കുന്ന സാത്താന്യ തന്ത്രങ്ങളാണ്. ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി പലരും അത് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും, അങ്ങനെ നമുക്ക് അറിവുള്ള ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ അരുതേ എന്ന് പറയണം.
വളരെ ഗുരുതരമായ തെറ്റാണ്, സാത്താൻ്റെ വലയിലേക്കാകുന്ന പരിപാടികളാണ്. അങ്ങനെ ഈ ക്ഷുദ്രമൊക്കെ ചെയ്ത ആളുകൾ വന്നിരുന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ ഇങ്ങനെ പടുപടാന്ന് ഭൂതം ഇളകി അവരിലുള്ള ദുരാത്മാവ് ഇളകിയിട്ട് അവർ താഴെ വീഴുന്നതാണ്. ആ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുമെന്ന് പറയുമ്പോൾ വിട്ടുപോകും. നമ്മുടെ അവിടെയൊക്കെ വയനാട്ടിലൊക്കെ പണ്ട് കാലത്തൊക്കെ വളരെ അധികം ഉണ്ടായിരുന്നു. ഈ ആദിവാസി മേഖലകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു ട്രൈബലായ ഒരാൾ നമ്മുടെ ചർച്ചിലോ വല്ലതും വന്നു കഴിഞ്ഞാൽ, ഭൂതം ഇളകി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ പോലും ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങും. എന്താ കാരണം എന്നറിയോ? പേടിച്ചിട്ടാ. ഈ ഭൂതമെങ്ങാനും വിട്ടുപോകുമ്പോൾ കയറുമോ എന്നൊരു പേടി വന്നുകൊണ്ട്. ഇത് യുദ്ധമാണ് നടക്കുന്നത്. യേശു ഈ ഭൂതത്തെ പുറത്താക്കി, രോഗിയുടെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ യേശു ക്ഷീണിച്ചു. നമ്മളിവിടെ വായിച്ചത് അന്ന് സന്ധ്യയായപ്പോൾ യേശു പറഞ്ഞു തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാമെന്ന്. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാൻ പോലെ 35 വാക്യം 35. That day when evening came, he said to his disciples. അത് വേറൊരു വെർഷനാണ്. ദ സെയിം ഡേ എന്ന് വേറൊരു വെർഷനിലുണ്ട്. അതേ അതിനുണ്ടോ? അത് തന്നെ. ഇത് സെയിം ഡേ, അതേ ദിവസം, അന്നത്തെ ദിവസം, ദ സെയിം ഡേ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ പകൽ എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടായിരുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുക്കി പറയാം. രാവിലെ രാത്രി മുഴുവൻ പ്രാർത്ഥന, രാവിലെ രോഗശാന്തി ശുശ്രൂഷ, രാവിലെ സുവിശേഷ പ്രസംഗം, രാവിലെ ഭൂതത്തെ പുറത്താക്കല്. അങ്ങനെ യേശു ശരീരത്തിലങ്ങ് ക്ഷീണിച്ചു. യേശു ക്ഷീണിക്കാൻ കാരണം എന്താ? യേശു മനുഷ്യനായിട്ട് വന്നുകൊണ്ടാണ്. യേശുവിന് വിശപ്പറിയാം. നമ്മൾ വിശക്കുമ്പോൾ നമ്മൾ കർത്താവിന് പറയാം, കർത്താവേ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന് അറിയാം. കാരണം ക്രൂശിൽ പെസഹായിക്ക് അല്പം ഭക്ഷണം കഴിച്ച ശേഷം ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്നവരെ അവൻ വിശന്നാണ് കുരിശിൽ മരിച്ചത്. ബെഥാനിയയിൽ നിന്ന് പോയപ്പോൾ അവന് വിശന്നു. തളിരിട്ട് നിന്ന് അത്തിവൃക്ഷത്തിന്റെ അടുക്കലേക്ക് അവൻ പോയ ചരിത്രം നമുക്കറിയാം. വിശപ്പ് അവനറിയാം. യേശു വിശന്നു, ക്ഷീണിച്ചു. പക്ഷെ യേശു വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു, നമുക്കിപ്പോ തന്നെ തടാകത്തിന്റെ അക്കരയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. എല്ലാം കൊണ്ടും നല്ലത് രാവിലെ പോകുന്ന. പക്ഷെ യേശു സമ്മതിക്കുന്നില്ല. യേശു പറഞ്ഞു, നമുക്കിപ്പോൾ തന്നെ പോകാം തടാകത്തിന്റെ അക്കരയ്ക്ക്. യേശുവേ, രാവിലെ പോയാൽ പോരെ എന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞ മറുപടി തന്നെ അവിടെ എഴുതിയേക്കുന്നത്, നമുക്കിപ്പോൾ തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാമെന്ന്. യേശു രാവിലെ മുതൽ പ്രസംഗം, ശുശ്രൂഷ, ക്ഷീണിച്ച ശരീരം, ശിഷ്യന്മാരും ക്ഷീണിച്ചു. ഒരു യോഗത്തിന് വന്ന് പ്രസംഗിക്കുന്നവരെക്കാൾ ക്ഷീണമാണ് യോഗ അറേഞ്ച് ചെയ്യുന്ന ആളുകൾക്ക്. അതേപോലെ ഈ ശിഷ്യന്മാരും ക്ഷീണിതരാ. അവരും വേണ്ടത്ര ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. യേശുവിൻ്റെ കൂടെ പോയതുകൊണ്ട് യേശു കഴിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ വലിയ പാസ്റ്റർമാരുടെ കൂടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഞങ്ങളൊക്കെ വിശക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്താൽ കഴിക്കില്ല, ഇവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ യേശുവിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ യേശു, പക്ഷെ ബാബുപാസ് കൂടെ പോയാൽ കുഴപ്പമില്ല. പുള്ളി ഭയങ്കര പെട്ടെന്ന് തന്നെ കൃത്യമായി ഈ ചില അസുഖമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളി വേഗം കൃത്യമായി ആഹാരം കഴിക്കുന്നതാണ്. യേശുവിൻ്റെ കൂടെ പോയി അവർ ആ കൂടെ കുടുങ്ങിപ്പോയി. ഭക്ഷണം ഇവരും കഴിച്ചിട്ടുണ്ടാവില്ല. എല്ലാം കൊണ്ടും നല്ലത് രാവിലെ പോകുന്ന. യേശുവിന് ക്ഷീണമുണ്ട്, ശിഷ്യന്മാർക്ക് ക്ഷീണമുണ്ട്, പടക് നിയന്ത്രണം തെറ്റാൻ സാധ്യതയുണ്ട്, ദിക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഒരുപാട് കാരണങ്ങൾ വിലയിരുത്തുമ്പോൾ എല്ലാം കൊണ്ടും നല്ല രാവിലെ പോകുന്ന. പക്ഷേ യേശു പറഞ്ഞു, നമുക്കിപ്പോൾ തന്നെ തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകാമെന്ന്. എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് യേശു അപ്പോൾ തന്നെ തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോയത്? ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഏറ്റവും ഒടുവിലാണ് പറയാൻ പോകുന്നത്. അവർ പുരുഷാരത്തെ വിട്ട് താൻ ഇരുന്ന പാടെ പടകിൽ അവരെ അക്കരയ്ക്ക് കൊണ്ടുപോയി. എപ്പോഴും പുരുഷാരമുണ്ട്, ശിഷ്യന്മാരുമുണ്ട്. പുരുഷാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ മാത്രം വാങ്ങാൻ വരുന്ന ആളുകളാണ്. നമ്മൾ വില കൊടുക്കുന്ന ക്രിസ്ത്യാനികളാണെങ്കിലേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കത്തുള്ളൂ. ആ സബ്ജക്റ്റ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ അവർ അവനെ കൊണ്ടുപോയി പടകിൽ ഇരുന്ന പാടെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. ഈ ചെറു പടകുകൾ അവനെ കൂടെ ഉണ്ടായിരുന്നു അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ വായിച്ചു കേട്ടതാണത്. യേശു എവിടെ പോയാലും പുറകെ പോകുന്ന കുറച്ച് ചെറുപടകുകൾ. ഈ ചെറുപടകുകൾ ഒന്നും അക്കരെ എത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാം ഇടയ്ക്ക് വെച്ച് പുറകോട്ട് പോയി എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് പുറകോട്ട് പോകാൻ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ വന്നാൽ പോലും മനസ്സുകൊണ്ട് പോലും നമ്മൾ കർത്താവിനെ വിട്ടുപോകരുത്. വേദപുസ്തക ചരിത്രം മുഴുവൻ മുൻപോട്ട് പോയവരുടെ ചരിത്രമാണ്. അബ്രഹാം പിതാവ് അവർ വിട്ടുപോകുന്നതിനെ പിന്നെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ മടങ്ങിപ്പോകുവാൻ ബാക്കി പറഞ്ഞേ ഇടയുണ്ടായിരുന്നു. എന്നാൽ അബ്രഹാം അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു. വേണേ പുറകോട്ട് പോകായിരുന്നു.
കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ പുറകോട്ട് പോകാൻ അവന്റെ കുലദൈവങ്ങൾ അവനോട് പറഞ്ഞിട്ടുണ്ടാകാം. അപ്പൻ വലിയ വിഗ്രഹാരാധിയായിരുന്നു. ആ വിഗ്രഹാരാധിയായി അപ്പന്റെ കുലദൈവങ്ങൾ ഇവനോട് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ നോഹയിലൂടെ കേട്ട യഹോവ പറഞ്ഞത് കേട്ട് ഇവൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇസഹാക്കിനെ ഒരു സൈഡിലും യാക്കോബിനെ മറു സൈഡിലും പിടിച്ചിട്ട് അവൻ കൂടാരങ്ങളിൽ പാർത്തു. അവര് പറഞ്ഞു, ഇസഹാക്കും യാക്കോബും പറഞ്ഞു, അപ്പച്ച നമുക്ക് പൈസ ഉണ്ടല്ലോ, നമുക്കിവിടെ ഒരു വീട് വെക്കാം. പക്ഷേ കൂടാരങ്ങളിൽ പാർത്തി അബ്രഹാം പറഞ്ഞു, മോനെ ഇതല്ല ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം നമുക്കുണ്ടെന്ന് മക്കളോട് കൊച്ചുമക്കളോട് പറഞ്ഞു കൊടുത്തു. നമുക്കും സമ്പത്തുണ്ടാകുന്നത് തെറ്റല്ല. സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം എപ്പോഴും ദൈവം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ടോൾസ്റ്റോയ് എന്ന് പറയുന്ന ഒരു 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 ചെറുകഥാകൃത്തുണ്ട് ആയിരുന്നു. അദ്ദേഹം ഒരു കഥ എഴുതി. ഒരു മനുഷ്യന് എത്ര അടി നിലം വേണം, എത്ര അടി മണ്ണ് വേണം, എത്ര ഭൂമി ഒരാൾക്ക് വേണം, അതാണ് ആ സ്റ്റോറിയുടെ ടൈറ്റില്. അതിൽ അദ്ദേഹം പറയുന്ന ഇതാണ്: ഒരു മനുഷ്യനൊരു ധനവാനായ ഒരു ആളുടെ അടുത്ത് എന്ന് പറഞ്ഞു, സാറേ എനിക്ക് ചില സ്ഥലം വേണമെന്ന് പറഞ്ഞു. ഈ ധനവാനായ മനുഷ്യൻ പറഞ്ഞു, നീ രാവിലെ വരിക, ഈ കാണാവുന്ന ഭൂമി മുഴുവൻ എന്റെയാണ്, നിനക്ക് എത്ര ദൂരം ഓടിത്തീർക്കാവോ അത്രയും ദൂരം നീ ഓടുക, നീ ഓടുന്ന ഭൂമിയെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ രാവിലെ തലേദിവസം ഉറങ്ങിയില്ല, കാരണം ഈ ഭൂമി കിട്ടുന്ന കാര്യം ഓർത്തിട്ട്. ഈ മനുഷ്യൻ അവിടെ വന്നു, ഇയാൾ ഓടാൻ തുടങ്ങി. രാവിലെ വെള്ളം കുടിച്ചിട്ടില്ല. 10 മണിയായപ്പോൾ കൃഷി സ്ഥലത്തിരുന്ന് ആളുകൾ കാപ്പി കുടിക്കുന്ന കണ്ടു. അന്നേരം അയാളോട് ചോദിച്ചു എന്താണെന്ന്. പെട്ടെന്ന് വിഷയം പറഞ്ഞു. വെള്ളം കുടിക്കാം, വേണ്ട ഓട്ടമാണ്. അടുത്ത സ്ഥലത്തെത്തി. ഉച്ചയായി, നട്ടുച്ച വെയിൽ അദ്ദേഹം തളർന്നു. അപ്പോൾ ആളുകൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട് ഓരോ മരച്ചുവട് തണലുകളില്. അദ്ദേഹം പറഞ്ഞു, കഴിക്കാൻ സമയമില്ല, ഓടിത്തീർക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം വൈകുന്നേരം 6 മണിയായപ്പോൾ ഇദ്ദേഹം പറഞ്ഞ സമയപരിധി എത്തിയപ്പോൾ ഓടി ഒരു സ്ഥലത്തെത്തി. അദ്ദേഹം അവിടെ വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ത്യശ്വാസം വഹിച്ചു. പെട്ടെന്ന് ഈ ധനവാനായ മനുഷ്യൻ കുതിരപ്പുറത്ത് വന്നു. എന്നിട്ട് പരിചാരകരോട് പറഞ്ഞു ഇയാളെ നോക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു, യജമാനെ ഇങ്ങനെ മൂക്കിൽ ഒക്കെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, യജമാനെ അദ്ദേഹം മരിച്ചുപോയെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അയാൾക്ക് എത്ര നിലം വേണമെന്ന് ചോദിച്ചു, സ്ഥലം എത്ര വേണമെന്ന് ചോദിച്ചു. അപ്പോൾ വേറൊരു പരിചാരകൻ പറഞ്ഞു, 6 അടി മതി തിരുമേനി എന്ന് പറഞ്ഞു. അങ്ങനെ 6 അടി നിലം ആ മനുഷ്യന് വേണ്ടി അളന്നു കൊടുത്തതായ ഒരു കഥ ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുണ്ട്. അബ്രാഹാമിന്റെ മനോഭാവം അതായിരുന്നു. അബ്രാഹാം പറഞ്ഞു, മക്കളെ, ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം. നമുക്ക് ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നവരാണ് ദൈവത്തിന്. അവർ സഭാ വ്യത്യാസമന്യേ, സംഘടനാ വ്യത്യാസമന്യേ കർത്താവിന് വേണ്ടി തങ്ങളുടെ ഭവനം തുറന്നു. ഇതൊക്കെ ആവശ്യമാണ് ഭൂമിയിൽ. അബ്രാഹാമിന്റെ അന്നത്തെ സാഹചര്യമല്ല നമുക്ക് ഇന്നുള്ളത്. പക്ഷേ നമ്മുടെ മനോഭാവത്തെയാണ് വേദപുസ്തകം. ഇവിടെ നമ്മൾ കാണുന്നു, അവരാരും പുറകോട്ട് പോയില്ല, അവരെല്ലാം മുൻപോട്ട് പോയി. വേദപുസ്തക ചരിത്രം മുഴുവൻ അനേക രക്തസാക്ഷികളുടെ കഥകളാണ്. ആ ചരിത്രം മുഴുവൻ വിവരിക്കുന്നത് അവരെല്ലാം പിടഞ്ഞു മരിച്ച സമയത്തും. റോമിലെ കൊളോസ്യം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ഞാനത് ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. അവിടെ 5000 പേർക്ക് ഇരിക്കാവുന്ന കൊളോസ്യം. അവിടെ വിശ്വാസികളെ ടാറ് ഷീറ്റുകൾ ചുറ്റിയിട്ട്, ചാക്കിനകത്ത് ടാറ് മുക്കിയിട്ട്, കീൽ എന്ന് പറയും, അത് മുക്കിയിട്ട് ഇങ്ങനെ ചുറ്റി നിർത്തിയിട്ട് ഓരോരുത്തരെയും ഇങ്ങനെ ആ സ്റ്റേഡിയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയിട്ട് ക്രിസ്തു വിശ്വാസം ത്യജിക്കുന്നോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയുന്ന വ്യക്തികളെ തീപ്പന്തങ്ങൾ കൊണ്ട് കുതിരപ്പുറത്ത് എന്ന് ഓരോ സൈന്യാധിപനും ചെന്നിട്ട് ഓരോരുത്തരെയും തീ കത്തിക്കും. എന്നിട്ട് ചക്രവർത്തിയും വളരെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഈ വെളിച്ചത്തിൽ മറ്റ് വെളിച്ചങ്ങൾ അടച്ച ശേഷം ഈ വെളിച്ചത്തിൽ കുതിര ഓടിച്ച് രസിക്കുമായിരുന്നു. വിശന്നു വന്ന മൃഗങ്ങളുടെ മുമ്പിലേക്ക് ക്രിസ്ത്യാനികളെ ജീവനോട് ഇട്ടുകൊടുക്കുമായിരുന്നു. അവരാരും പറഞ്ഞില്ല ഞങ്ങൾക്ക് യേശു വേണ്ടാന്ന്. അവർ പറഞ്ഞില്ല, മരിച്ചെങ്കിൽ മരണമെങ്കിലും മരണം ഞങ്ങൾ യേശുവിനായിട്ട് സമർപ്പിക്കും. IS ഭീകരർ ഇന്ന് വധിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു വിശ്വാസികൾ അവർ അക്ഷോഭ്യരായി അവർ കടൽ തീരങ്ങളിലേക്ക് വരുന്നു. മൂർച്ചയുള്ള കത്തി കൊണ്ട് അവരുടെ കഴുത്ത് അറുത്തു മാറ്റുമ്പോഴും അവരിൽ വികാര ഭാവങ്ങളില്ല. അവർ യേശുവിന് വേണ്ടി മരിക്കാൻ അവർ തയ്യാറാവുകയാണ്. ഇന്നും അത് സംഭവിക്കുന്നു, അന്നും അത് സംഭവിച്ചു. അവരാരും പുറകോട്ട് പോയില്ല. അവരുടെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളോട് കർത്താവിന് പറയാനുള്ള കാര്യം ഇതാണ്: നീ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഉയരമോ ഇവയ്ക്കൊന്നും കർത്താവായ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനായിട്ട് സാധിക്കും. നമുക്ക് ഉയർച്ച ഉണ്ടായാൽ കർത്താവിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കും. താഴ്ച ഉണ്ടായാൽ
ജീവൻ വന്നാൽ സാധിക്കും, മരണം വന്നാൽ സാധിക്കും. ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ കർത്താവിനെ വിട്ട് ഒരടി പോലും നമ്മൾ പുറകോട്ട് പോകാൻ ഒരിക്കലും ചിന്തിക്കരുത്. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്തെ തലയണ വെച്ച് പ്രതിസന്ധികൾ ഉണ്ടാകും. പ്രതിസന്ധികൾ ഉണ്ടാകാത്ത മനുഷ്യരില്ല. നമുക്കറിയാം, ഏലിയാവിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഏലിയാവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കർമ്മേലിൽ വെച്ച് അദ്ദേഹം അശേരായുടെയും ബാലിന്റെയും പ്രവാചകന്മാരെ നശിപ്പിച്ചു. ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. പക്ഷെ അദ്ദേഹം ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ ഇസബെൽ എന്ന് പറയുന്ന രാജ്ഞി പറഞ്ഞു, അവരിലൊരുത്തനെ പോലെ നിന്നെ ഞങ്ങൾ 48 മണിക്കൂറുള്ളിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ആ പാവം പിടിച്ച ദൈവദാസൻ ഭയപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, മതി കർത്താവേ, മതി, മരിച്ചെങ്കിൽ കൊള്ളായിരുന്നെന്ന്. അപ്പൊ കർത്താവ് അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അദ്ദേഹം മരിച്ചവിടെ കിടക്കുന്നു മരുഭൂമിയിൽ. മരുഭൂമിയിൽ ഒരുതരം ഉറുമ്പുണ്ട്, അത് അവന്റെ ശരീരം മുഴുവൻ കാർന്നു തിന്നും. അതിലെ ഇടയന്മാർ ആട് മേയിച്ച് അതുവഴി പോകുമ്പോൾ അവർ ചെന്ന് നോക്കുമ്പോൾ ഒരു ജഡം കിടക്കുന്നു. അവർ പറയും, കർമ്മേലിൽ ഗർജിച്ച സിംഹമായ ഏലിയായുടെ ജഡമാണ്, ഏലിയാവിന്റെ ജഡമാണ് ഇവിടെ കിടക്കുന്നത്. അവർ പട്ടണത്തിൽ ചെന്ന് വിവരം പറയുമ്പോൾ പട്ടണം അവിടെ വരും. വന്നിട്ട് ഇത് അന്വേഷിക്കുമ്പോൾ മനസ്സിലാകും, കർമ്മയിൽ ഗർജിച്ച സിംഹത്തിന്റെ ദാരുണ അന്ത്യം അവര് അത് കണക്ക് കൂട്ടുമ്പോൾ അതിന്റെ നാണക്കേട് സർവശക്തനായ ദൈവത്തിനാണ്. നമ്മൾ നിമിത്തം കർത്താവിന്റെ നാമം അപമാനപ്പെടുന്ന ഒരു വിഷയമുണ്ട്. സർവശക്തൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഏലിയാവിനോട് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. അവർ എഴുന്നേറ്റു. നീ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം, ഒരു പ്രവാചകനെ ഏലീശയെ നിനക്ക് പകരം അഭിഷേകം ചെയ്യണം. അത് മാത്രമല്ല, മരുഭൂമിയിൽ കിടന്ന് മരിച്ച് ഉറുമ്പരിച്ച് നശിച്ചു പോകാനല്ല ആഗ്രഹിക്കുന്നത്, പിന്നെയോ അഗ്നിമയ രഥങ്ങൾ നിനക്കായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് അവരെ ജീവനോടെ കയറ്റിക്കൊണ്ടുപോകാൻ, രൂപാന്തരപ്പെട്ട് ജീവനോടെ കയറ്റിക്കൊണ്ടുപോകാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുമ്പോഴാണ് മതി കർത്താവേ, മതി, മരിച്ചെങ്കിൽ മതി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പിന്മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ ഇങ്ങനെയുള്ള വേദപുസ്തകത്തിൽ ഇതിനെയെല്ലാം അതിജീവിച്ച കർത്താവിന്റെ ദാസന്മാരെ നമ്മൾ ചിന്തിക്കണം. പടകിൽ തിര തള്ളിക്കയറുകൊണ്ടെന്ന് മുങ്ങുമാറായി അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. അവര് അമരത്ത് തലയണ വെച്ച് ഉറങ്ങാൻ കാരണം നമുക്കറിയാം, മനുഷ്യനായതുകൊണ്ട്, ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട്. ആ സമയത്ത് അവർ അവനെ വിളിച്ചുകൊണ്ടെത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. ഒരൊറ്റ പ്രാർത്ഥന. ഞാൻ ഞായറാഴ്ച പറഞ്ഞ ഒരു വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ മദേഴ്സ് ഡേയിൽ ഞാനൊരു ചർച്ചിലായിരുന്നു. അവിടെ മാതാക്കൾക്ക് വേണ്ടി ഒരു സന്ദേശം പറയണമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. അവിടെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആവർത്തിക്കാം. നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവരെ ദൈവവിശ്വാസമുള്ളവരാക്കി വളർത്തുക എന്നുള്ളതാണ്. ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ് എന്നുള്ളതൊരു സത്യമായ വസ്തുതയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ തലമുറകളെ ദൈവസ്നേഹത്തിലും അനുസരണത്തിലും വിശ്വസ്തയിലും വളർത്താൻ കഴിഞ്ഞാൽ നമ്മളെ പോലെ ഭാഗ്യം. മോശ വളർന്നു. മോശയ്ക്ക് ഇന്നത്തെ അമേരിക്കയുടെ അതേ പ്രൗഢി അന്നുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത്. ഈജിപ്തിയൻ സംസ്കാരം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ്. ക്രിസ്തുവർഷത്തിന് മുമ്പ് BC-യിൽ ഉണ്ടായിരുന്നൊരു ഏറ്റവും പുരാതനമായ ഉന്നതമായ നാഗരികതയായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്കയോട് കിടപിടിക്കുന്ന അന്നത്തെ ഒരു സാമ്രാജ്യമായിരുന്നു മിസ്രൈം എന്ന് പറയുന്നത്. ആ മിസ്രൈമിൽ രാജാവാകുക, രാജകുമാരനാകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രൗഢിയാണ്. ആ പ്രൗഢി മോശ പുറകോട്ട് തനിക്ക് ലഭിക്കാനിരുന്ന സുവർണ സിംഹാസനം പുറകോട്ട് തട്ടിക്കളഞ്ഞിട്ട് ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ഹെബ്രായലേഖനത്തിൽ വായിക്കുന്ന ഇതാണ്, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ, ബാക്കി പറയാവോ, കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. ഈജിപ്തിലെ മ്യൂസിയത്തില് ഒരു ചെരുപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അത് സ്വർണം കൊണ്ടുള്ള ഒരു ചെരുപ്പാണ്. ഇത് മോശ മിസ്രൈമിൽ ഉപയോഗിച്ചിരുന്ന ചെരുപ്പാണെന്ന് അതിന് അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഇസ്രായേലിൽ പോയാൽ ഈജിപ്ത് സന്ദർശിക്കുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കും. എന്താണ് മോശയുടെ പ്രൗഢി എന്ന് പറയുന്നത്? അവൻ രാജകീയമായ എല്ലാ പദവികളും അവനുണ്ടായിരുന്നു.
അവൻ മിസ്രൈമിലെ സകല വിദ്യയും അഭ്യസിച്ചിരുന്നു. അവിടുത്തെ ലോ അവൻ പഠിച്ചിരുന്നു. അതുപോലെ സകല അഭ്യാസങ്ങളും അവൻ പഠിച്ചിരുന്നു. സകലവിധ യുദ്ധാഭ്യാസങ്ങളും പഠിച്ച് തികഞ്ഞ ഒരു യോദ്ധാവായിരുന്നു മോശ. തനിക്ക് ലഭിക്കാനിരുന്ന സുവർണ സിംഹാസനം പുറകോട്ട് വലിച്ചെറിഞ്ഞ് അദ്ദേഹം ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്ന തെരഞ്ഞെടുക്കാൻ ഒറ്റ കാരണമേ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അവൻ കുഞ്ഞായിരുന്നപ്പോൾ അവന്റെ അമ്മയെ അവൻ വളർത്തമ്മയായിട്ട് കിട്ടി. ചരിത്രം നമുക്കറിയാം. ഫറവോന്റെ പുത്രി പറഞ്ഞു ഇവനെ വളർത്തണം. അങ്ങനെ വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു, മകനെ, ഈ രാജ്യമല്ല നിന്റെ രാജ്യം. നിന്റെ രാജ്യം സർവശക്തനായ ദൈവത്തിന്റെ രാജ്യമാണ്. ആ ജനമല്ല നിന്റെ ജനം. നിന്റെ ജനം ഗോശൻ ദേശത്ത് പാർക്കുന്ന പാവപ്പെട്ട ഇസ്രായേൽ ജനമാണ്. ഇവിടെയുള്ള കാളക്കുട്ടിയോ നിമ്രോദോ അല്ല നിന്റെ ദൈവം. നിന്റെ ദൈവം മോശയുടെ നോഹയുടെ ദൈവമായ യഹോവയാണെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ കുഞ്ഞിനോട് അവനെ വളർത്തുമ്പോൾ ഇവനോട് പറഞ്ഞു കൊടുത്തു, മോനെ, ആ ദൈവമല്ല, ഈ ദൈവമാണ് സത്യദൈവം. സത്യദൈവം, സത്യദൈവം, ന്യായപ്രമാണം, അറിയാവുന്നതൊക്കെ ഈ അമ്മ ഈ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവൻ വളർന്നപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഈ രാജ്യത്തിന്റെ രാജാവാകുന്നതിനേക്കാളും ഉത്തമമായ കാര്യം എന്റെ ജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കാൻ പോകുന്നതാണെന്ന്. അങ്ങനെ ആ അമ്മയുടെ സ്വാധീനം, ആ അമ്മ ഈ കുഞ്ഞിനെ പഠിപ്പിച്ച വചനങ്ങൾ നിമിത്തമാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ലീഡറായ, എൻസൈക്ലോപീഡിയ പരിശോധിച്ചാൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നേതാവായ, ഏറ്റവും വലിയ നിയമപുസ്തകം എഴുതിയ, ഏറ്റവും വലിയ ജനക്കൂട്ടത്തെ നയിച്ച് 40 കൊല്ലം കൊണ്ട് ലക്ഷ്യത്തിലെത്തിച്ച ലോകത്തിലെ ഏറ്റവും ടോപ്പ് ലീഡർ എങ്ങനെ ഉണ്ടായി? ഒരമ്മ അവനോട് പറഞ്ഞു കൊടുത്തു, മോനെ, ദൈവത്തെയാണ് കാണേണ്ടത്, ദൈവത്തെ മുൻനിർത്തണം, ഇതല്ല, നിമ്രോദല്ല, കാളക്കുട്ടിയല്ല, പറഞ്ഞു കൊടുത്തു ദൈവത്തെ. നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്പത്താണ്. അതേ ഞാൻ പറഞ്ഞ കാര്യമാണ്, ആവർത്തിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്പത്ത് അവരെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ, ദൈവവിശ്വാസമുള്ളവരാക്കി വളർത്തുമ്പോൾ നമ്മളെ പോലെ ഭാഗ്യമുള്ളവർ വേറെയില്ല. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. ഒരൊറ്റ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ അത് ദൈവസന്നിധിയിൽ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ പരിജ്ഞാനത്തോടെ വേണം പ്രാർത്ഥിക്കാനായിട്ട്. ഉപവാസ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നീട്ടി പ്രാർത്ഥിക്കാം. പക്ഷെ കുട്ടികളോടൊക്കെ ഒരുമിച്ച് വിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഷോർട്ട് പ്രയറേ പാടുള്ളൂ. പാസ്റ്റർ കെ എബ്രഹാം സാറിൻ്റെ അടുത്ത് 2 പാസ്റ്റർമാർ കാണാൻ വേണ്ടി ചെന്നു. അദ്ദേഹം ഇങ്ങനെ ആലപ്പുഴയ്ക്ക് ഒരു ബസ് കയറി കൺവെൻഷൻ പ്രസംഗിക്കാൻ അക്കാലത്ത് പോകാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പോൾ പറഞ്ഞു, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കുന്നു. കെ എബ്രഹാം സാർ ആയതുകൊണ്ട് ഈ പാസ്റ്റർമാർ കുറച്ചില്ല, വിശദമായി ഒന്ന് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചു. ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭയുടെ ലോകവ്യാപകമായ പ്രവർത്തനങ്ങൾ, ആന്ധ്ര, കർണാടക, തമിഴ്നാട്, ഗോഹിമ, അവർ പോകാത്ത സ്ഥലങ്ങളില്ല. കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇബ്രാഹിം സാറിനെ കാണുന്നില്ല. സാർ എന്ത് ചെയ്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ, സാറിൻ്റെ ബസ് വന്നു, സാറ് പോയിരുന്നു. എപ്പോഴാണ് അത് സംഭവിച്ചത് ചോദിച്ചു. അന്നേരം പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്ന വേറൊരാൾ പറഞ്ഞു, നിങ്ങൾ ഈ ആന്ധ്രയിൽ നിന്ന് നാഗാലാൻഡിലോട്ട് പോയപ്പോൾ സാറിൻ്റെ ബസ് വരാറായതുകൊണ്ട് സാർ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. രോഗി മരിച്ചാലും പ്രാർത്ഥന നിർത്താത്ത ഉപദേശിമാർ ഇപ്പോഴും നാട്ടിലുണ്ട്. പെട്ടി വന്നു, പക്ഷെ പുള്ളി അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. പക്ഷെ നമ്മൾ പരിജ്ഞാനത്തോടെ വേണം നമ്മുടെ മക്കളോടുകൂടെ പ്രാർത്ഥനയ്ക്കിരിക്കാനായിട്ട്. അവർ ഏത് നിലയിലാണ് അവരുടെ മൈൻഡിൽ നിന്ന് നോക്കിയിട്ട് ആ നിലയിൽ നമ്മൾ പ്രാർത്ഥനയിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കണം. അപ്പോൾ യേശുവിനോട് അവർ പ്രാർത്ഥിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞ് കാറ്റമർന്നു. വലിയ ശാന്തതയുണ്ടായി. യേശു പറഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചു. എന്താ യേശു പറഞ്ഞപ്പോൾ സംഭവിക്കാൻ കാരണം? യേശു പറഞ്ഞപ്പോൾ സംഭവിക്കാൻ കാരണം നമ്മൾ ഒറ്റ വാക്കിൽ പറയും, അവൻ അതിന്മേൽ അധികാരമുള്ളതുകൊണ്ട്. സത്യമാണ്, അത് സത്യമാണ്. എന്നാൽ ചരിത്രം അല്പോടെ നമ്മൾ ആഴത്തിലേക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സമുദ്രം ഇങ്ങനെ കാതോർത്തു. ഈ ശബ്ദം എവിടെയോ പരിചയമുണ്ടല്ലോ. സമുദ്രം കാതോർത്തപ്പോൾ സമുദ്രത്തിന് മനസ്സിലായി, ഇത് ഞങ്ങളെ ഉണ്ടാക്കിയ ശബ്ദമാണ്. പ്രപഞ്ചത്തിലെ വെള്ളമെല്ലാം ചെതറിക്കിടന്നപ്പോൾ ദൈവം പറഞ്ഞു, എല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടട്ടെ. ഒരുമിച്ച് കൂടിയ വെള്ളത്തിന് ദൈവം സമുദ്രം എന്ന് പേരിട്ടു. അങ്ങനെ സമുദ്രം എന്ന് പേരിട്ടപ്പോൾ സമുദ്രം ഉണ്ടായത് ഈ വാക്കുകൊണ്ടാണ്. സമുദ്രത്തിന് മനസ്സിലായി, ഇത് കലഹിക്കുന്ന മുക്കുവന്മാരുടെ ശബ്ദമല്ല, സഞ്ചാരികളുടെ ഒച്ചയല്ല, ഇത് അധികാരമുള്ളവന്റെ ഒച്ചയാണ്. കാറ്റ് കാതോർത്തു, കടല് കാതോർത്തു, പെട്ടെന്ന് അതനുസരിച്ചു. നമ്മുടെ കർത്താവ് പറഞ്ഞാൽ കേൾക്കാം. നെഞ്ചിനൊരു വേദന ഉണ്ടെങ്കിൽ എന്റെ കർത്താവ് ആ നെഞ്ചുവേദനയോട് കൽപ്പിച്ചാൽ ആ നെഞ്ചുവേദന മാറിപ്പോകും. എന്റെ ശരീരാവയവങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ യേശുക്രിസ്തു കൽപ്പിച്ചാൽ അതിന് ചെവിയുണ്ട്. അവന് സകലത്തിന്മേലും അവൻ അധികാരം.
നമ്മുടെ സകല പ്രശ്നത്തിന്മേലും അവൻ കൽപ്പിച്ചാൽ ശാന്തത വരുത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് ചോദിച്ച് വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. അപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഭീരുത്വം ഒരുപക്ഷെ ഉണ്ടാകും. ഞാൻ ഞായറാഴ്ച പറഞ്ഞു വന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ 6 മാസം എൻ്റെ നട്ടലിന് വയ്യാതെ ഞാൻ 6 മാസം ഈ ജോയിസാറൊക്കെ വന്ന കാട്ടിക്കുളത്തെ ആ സഭാകളിൽ ഇങ്ങനെ ഞാൻ കിടക്കുകയായിരുന്നു. എൻ്റെ നട്ടൽ തളർന്നുപോയി. ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ എൻ്റെ അടുക്കൽ വരുന്ന എല്ലാ ദേവദാസന്മാരും പറയും, എഴുന്നേൽക്കും, കർത്താവ് ശുശ്രൂഷ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തും. പക്ഷേ ധൈര്യപ്പെടുത്തിയാലും എനിക്ക് അങ്ങോട്ട് പൊങ്ങാൻ പറ്റുന്നില്ല. ഞാൻ എഴുന്നേറ്റാലേ ശുശ്രൂഷ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഓർത്തു, ചിലപ്പോൾ എന്തായിരിക്കും എൻ്റെ ഭാവി എന്ന് ഞാൻ ചിന്തിച്ച് ഭാരപ്പെട്ട സമയങ്ങളുണ്ട്. ഒരു ചെറിയ ഭീരുത്വം എൻ്റെ മനസ്സിലേക്ക് സാത്താൻ കൊണ്ടുവന്ന സമയങ്ങൾ ഞാൻ ഓർക്കുന്നു. അന്ന് ഞങ്ങൾക്ക് ബാത്റൂം ഒന്നുമില്ല. പുള്ളിനെ താങ്ങി പിടിച്ച് വളരെ ദൂരം നടന്ന് അവിടെ ഒരു ചെറിയൊരു സംവിധാനമുണ്ട്. അവിടെയാണ് ആ ബാത്റൂം പോലും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ കാലങ്ങളൊക്കെ ഓർക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഓർത്തു, ഇവിടെ നിന്ന് ഒരടി പോലും ചിലപ്പോൾ മുന്നോട്ട് പോകാൻ, ജീവിതയാത്രയിൽ മുൻപോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമോ ദൈവമേ എന്ന് ചിന്തിച്ച സമയങ്ങൾ. ഭീരുത്വം മനസ്സിലേക്ക് സാത്താൻ കൊണ്ടുവരുമ്പോൾ യേശു പറയുക, നിങ്ങളിങ്ങനെ ഭീരുക്കളാകാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നടത്തിയ അനുഭവങ്ങളാണ്. ഇവിടെ അങ്ങനത്തെ ഒരു ട്രെയിൻ ഉണ്ടോ എന്ന് അറിയില്ല. പുഷ്പുൾ ട്രെയിൻ എന്ന് പറയും. എന്നുവെച്ചാൽ നടുക്ക് എഞ്ചിനുള്ള ട്രെയിൻ. ഒരുപക്ഷെ ഇവിടെ കാണുമായിരിക്കും. നിങ്ങൾ ഈ ട്രെയിൻ പോകുന്നതല്ലാതെ ആരും കയറാറില്ല. എല്ലാവരും സ്വന്തം കാറിൽ പോകുന്നതുകൊണ്ട് ഇത് കാണാറില്ല, അധികം യാത്ര ചെയ്യാറില്ലാത്തതുകൊണ്ട് അറിഞ്ഞുകൂടായിരിക്കുക. നടുക്ക് എഞ്ചിനുള്ള ട്രെയിന്. ആ ട്രെയിന് പകുതി ബോഗികളെ മുൻപോട്ട് തള്ളുകയും പകുതി ബോഗികളെ വലിച്ചുകൊണ്ട് വരികയും ചെയ്യും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ കർത്താവ് നടത്തിയ കാര്യങ്ങൾ നമ്മുടെ നടുവിലുള്ള എഞ്ചിനാകണം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളുടെ ആ ചിന്തകളിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം നമ്മളെ നടത്തിയതോർത്ത് നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഊർജ്ജം കർത്താവ് തരികയാണ്. അങ്ങനെ നമ്മളിവിടെ വന്നതും കഷ്ടപ്പെട്ടതും ആദ്യമായി എമിഗ്രേഷൻ കൗണ്ടറിന് മുമ്പിൽ നിന്നതും ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോഴാണ് ദൈവം എത്ര അത്ഭുതകരമായിട്ട് നടത്തിയെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. യേശു ചോദിച്ചു, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാനെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? സമയം പോയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ നിർബന്ധിതനാകുന്നു. യേശു എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോയത്? 5-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യം ഒന്ന് വായിക്കാവോ? 5-ാം അധ്യായം. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. മതി, ഇത് നമുക്ക് ആ ചരിത്രം അറിയാവുന്നതാണ്. യേശു ഇറങ്ങുന്നു. അപ്പോൾ ഒരു ഭൂതഗ്രസ്തൻ ഇങ്ങോട്ട് വരുന്നു. വന്നു കഴിയുമ്പോൾ അവനിലുള്ള ഭൂതാത്മാവിനോട് യേശു പറയുന്നു പുറത്തു പോകാനായിട്ട്. ആ ഭൂതാത്മാവ് യേശുവിന് കീഴടങ്ങുന്നു. യേശു അവനോട് ചോദിക്കും, നിന്റെ പേരെന്ത്? എൻ്റെ മോൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ കാട്ടിക്കുള്ള സഭാകളിൽ ഇങ്ങനെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഈ ഭൂതഗ്രസ്തൻ്റെ ചരിത്രമാണ് പഠിപ്പിച്ചത്. ഈ 5-ാം അധ്യായം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ചോദ്യം ചോദിച്ചു. യേശുവിനോട് ചോദിച്ചു, ഇവൻ്റെ പേരെന്ത്? അവൻ്റെ പേര് ലെഗിയോൻ എന്നാണ്. ഒരു ഗ്രൂപ്പ് പിശാചികൾ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. കൂട്ടങ്ങൾ എന്ന് പറയുന്ന ഒരു റോമൻ കോഡ് വാക്കാണത്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ആ സമയത്ത് അവൻ്റെ പേര് ലെഗിയോൻ എന്ന് പറഞ്ഞു. അപ്പോൾ സൺഡേ സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, യേശു സൗഖ്യമാക്കിയ ഭൂതഗ്രസ്തം പറഞ്ഞ പേരെന്താന്ന് ചോദിച്ചു. എൻ്റെ മോൻ ചെറുത്, അവനൊന്നും അറിയത്തില്ല. അവൻ പറഞ്ഞു റെജിമോൻ എന്ന് പറഞ്ഞു. റെജിമോൻ അല്ല, പിന്നെ ആരാണിത്? ലെഗിയോനാണ്. ലെഗിയോൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് പിശാചുക്കൾ അവനിലുണ്ടായിരുന്നു. ഈ ലെഗിയോൻ ബാധിച്ച മനുഷ്യൻ, ഒരു ഗ്രൂപ്പ് പിശാചുക്കൾ ഉണ്ടായിരുന്നു. നമ്മൾ ചിന്തിക്കുക, യേശു ഇങ്ങോട്ട് വരുന്ന സമയത്ത് കടലിലെല്ലാം പ്രതിസന്ധികൾ, യേശുവിൻ്റെ യാത്ര മുടക്കാനുള്ള പ്രതിസന്ധികൾ. ഈ ഭൂതം ഇവനെ കല്ലറയിൽ നിന്ന് കടലിലോട്ട് കൊണ്ടുവരിക. നമ്മൾ ശരിക്കും ചിന്തിക്കണം, എന്താണ് പിശാചിൻ്റെ ഉദ്ദേശം? പിശാചിന് ഒറ്റ ഉദ്ദേശമുള്ളൂ, യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഈ മനുഷ്യനെ നശിപ്പിക്കണം, വെള്ളത്തിൽ മുക്കിക്കൊല്ലണം. അതിനുവേണ്ടി അവൻ തടസ്സങ്ങൾ ഉണ്ടാക്കി യേശുവിൻ്റെ യാത്ര മുടക്കുക. പക്ഷേ യേശുവിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. യഹോവയുടെ ആത്മാവ് അവൻ്റെ മേലുണ്ട്. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവെന്ന് പറഞ്ഞ ആത്മാവ് അവൻ ഉള്ളതുകൊണ്ട് യേശുവിന് മനസ്സിലായി, കാറ്റും കോളും തിരമാലകളും വന്നിട്ടും അവന്റെ യാത്ര മുടക്കാതെ യേശു ഈ ഭൂതഗ്രസ്തൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. യേശു കറക്റ്റ് അവിടെ ചെല്ലുന്നു. ഒരു നിമിഷം യേശു വൈകിയിരുന്നെങ്കിൽ ഈ ഭൂതവിനെ ഈ വെള്ളത്തിൽ മുക്കിക്കൊള്ളുമായിരുന്നു. പിശാചിന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? ഒരു വ്യക്തി യേശുവിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് അവനെ നശിപ്പിക്കണം. അതുകൊണ്ടാണ്
ദൈവദാസന്മാരൊക്കെ ഉപദേശിമാർക്ക് ദൈവസന്നിധിയിൽ അല്പം വെളിപ്പാട് ദൈവകൃപയുള്ള ദൈവദാസന്മാർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രേരണകൾ ഉണ്ടാകാറുണ്ട്. ആ വീട്ടിൽ പോകണം. നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ തുണി കുരുക്കിട്ട് തൂങ്ങിച്ചാകാത്ത എത്രയോ സംഭവങ്ങൾ ചായക്കോപ്പയ്ക്കകത്ത് വിഷമൊഴിച്ചു കുടിച്ച് മരിക്കാൻ ശ്രമിച്ച ആളുകൾ മുട്ടുകേട്ട് കതക് തുറന്ന് ഞെട്ടിപ്പോയ സംഭവങ്ങൾ എത്രയോ പേര് വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. ദൈവദാസന്മാർക്ക് കർത്താവ് ഇങ്ങനെ ചില ഉൾവിളികൾ കൊടുക്കുമ്പോൾ നമ്മളത് അനുസരിക്കണം. D.L. മൂഡി ഒരിക്കലും ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. കൺവെൻഷൻ കഴിഞ്ഞ് ക്ഷീണിച്ചവശനായി. കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, മൂടി ഈ അമേരിക്കയിലാണ് സംഭവം, നീ ആ വേറോട് സുവിശേഷം പറയണം. പക്ഷേ അദ്ദേഹം പറഞ്ഞു, കർത്താവ് ഭയങ്കര ക്ഷീണമാണ്, രാവിലെ പറയാം. അവൻ നമ്പറൊക്കെ നോട്ട് ചെയ്തു, പേര് ചോദിച്ചു, എല്ലാം മനസ്സിലാക്കി, രാവിലെ പറയാം. മൂടി ഭക്ഷണം കഴിച്ചു. D.L. മൂടി ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹം ഒന്നുകൂടെ ദൈവാത്മാവ് പറഞ്ഞു. അദ്ദേഹം ചെയ്തില്ലത്. റൂമിലേക്ക് പോയി. പിറ്റേന്ന് വെളുപ്പിനെ ആയപ്പോൾ 5:30-6 മണിയായപ്പോൾ അദ്ദേഹം ഒരു കുറ്റബോധത്തോടും ഞെട്ടലോടും കൂടെ ഞെട്ടി എഴുന്നേറ്റിട്ട് അദ്ദേഹം നേരെ റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചു, ഇന്നലെ എനിക്ക് ഭക്ഷണം തന്ന ഇന്നയാള് ആളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, പ്രീച്ചർ യു ആർ സോ ലേറ്റ് എന്ന് പറഞ്ഞു. നിങ്ങൾ വല്ലാതെ വൈകിപ്പോയി. ആ ചെറുപ്പക്കാരൻ ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ലാസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അവനവൻ്റെ ജീവിത പ്രതിസന്ധികളിൽ അവൻ്റെ ഭാരം താങ്ങാനാവാതെ അവൻ ജീവിതം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. മൂടി കൺവെൻഷനും ക്രൂസൈഡുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് D.L. മൂടി കുറേ ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും സമയം ചെലവഴിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. കർത്താവ് അങ്ങനെ ഒരു ഉൾവിളി കൊടുത്താൽ നമ്മളത് ചെയ്യണം. ദൈവസന്നിധിയിൽ നമ്മൾ കണ്ടത് ഈ യേശു ഇവിടെ വന്നിറങ്ങുന്നു, ഇവിടെ എത്തുന്നു, ഇവരിവിടെ വെച്ച് കടൽ തീരത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. യേശു അവനെ സൗഖ്യമാക്കുന്നു. എന്തുകൊണ്ടാണ് യേശു ക്ഷീണിച്ച ശരീരത്തോടെ രാത്രിയിൽ യാത്ര ചെയ്യുന്നത്? ആദ്യമായി വായിച്ച് അവസാനിപ്പിക്കുമെന്ന് നമുക്കറിയാം. ആ നാട്ടിൽ ഒരാൾ പോലും യേശുവിനെ സ്വീകരിച്ചില്ല. അതിൻ്റെ അർത്ഥം ഈ ഒരൊറ്റ ആൾക്ക് വേണ്ടി മാത്രമാണ് യേശു അത്രയും ദൂരം പ്രതിസന്ധികൾ താണ്ടി കടലിന്റെ അക്കരെ എത്തിയത്. നമ്മൾ അവിടെ കാണുന്നു, അവിടെ ആ നാട്ടിൽ വേറെ ആരെയും കർത്താവിന് നേടാനോ രക്ഷിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. ആ നാട്ടുകാർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോകണം. യേശു വന്ന പടകിൽ തന്നെ കയറി ഈ വ്യക്തിയെ മാത്രം രക്ഷിച്ച ശേഷം യേശു തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. അതിന്റെ അർത്ഥം എന്താണ്? യേശു അക്കരെ രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരുന്നപ്പോൾ, ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ടിരുന്നപ്പോൾ, വൈകുന്നേരത്തെ ശുശ്രൂഷയെല്ലാം അവസാനിച്ച സമയത്ത് കല്ലറയ്ക്കപ്പുറത്ത് 15 കിലോമീറ്ററാണ് ഈ ഗലീല കടലിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഈ 15 കിലോമീറ്റർ അപ്പുറം, 10 മൈൽ അപ്പുറത്ത് നിന്ന് ഒരു നിലവിളി യേശുവിന്റെ മാത്രം ചെവിയിലും നെഞ്ചിലും വന്നു തട്ടി. യേശു ശ്രദ്ധിച്ചു. യേശു പറഞ്ഞു, നമുക്ക് ഇപ്പൊ തന്നെ തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാം. യേശു ആയതുകൊണ്ട് ശിഷ്യന്മാർ എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. ലോകത്തിൽ ആർക്കും ആ നിലവിളി 15 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു മനുഷ്യൻ നിലവിളിച്ചാൽ വേറെ ആർക്കും അത് കേൾക്കാൻ കഴിയില്ല. പക്ഷെ യേശു അത് കേട്ടു. യേശു കേട്ടിട്ട് നമുക്ക് ഇപ്പൊ തന്നെ തടാകത്തിന്റെ അക്കരയ്ക്ക് പോകണം. യേശുവെ രാവിലെ പോയ പോരാ, ഇപ്പൊ തന്നെ പോണം. യേശുവെ കാറ്റും കോളും ഉണ്ടാകും, പോരാ, ഇപ്പൊ തന്നെ പോണം. യേശുവെ എന്തിനാ പോകുന്നത്? അത് ഗദർദേശമാണ്. ഗദറായർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പിന്മുറക്കാരാണ്. ഗാദ് ഗോത്രക്കാരുടെ വംശാവലിയിൽപ്പെട്ട ആളുകളാണ് അവർ യഹോവയെ തള്ളിക്കളഞ്ഞു. അവര് അക്കരെ പോകാതെ ഇക്കരെ പാർത്തവരാണ്. അവർ യഹോവയെ തള്ളിക്കളഞ്ഞു പോയി. അവരുടെ തലമുറകൾ അങ്ങനെ നശിച്ചുപോയി, ഭൂതം ബാധിച്ചവരായി മാറി. ന്യായപ്രമാണം കിട്ടിയവരാണ് അവര്, പക്ഷെ അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ് അവര് ജീവിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പിന്മുറക്കാരന് സംഭവിച്ചത് അവർ ഭൂതാത്മാവ് ബാധിച്ചവരായിത്തീർന്നു. ഇത് മറ്റൊരു പാടോടെ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളും നമ്മുടെ തലമുറകളും ഒരിക്കലും കർത്താവിന് വിട്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകാതെ വണ്ണം ദൈവം നമ്മുടെ തലമുറകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിശക്തമായി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാം. നമ്മുടെ നിശബ്ദ വേദനകൾ, നിലവിളികൾ 15 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കർത്താവിന്റെ കർണപടങ്ങളിൽ കേട്ടെങ്കിൽ നമ്മുടെ കണ്ണുനീര് അവൻ കാണാതിരിക്കുകയില്ല, നമ്മുടെ സങ്കടം അവൻ കാണാതിരിക്കുകയില്ല, മനുഷ്യർ കേൾക്കാത്ത നിലവിളി അവൻ കാണാതിരിക്കുകയില്ല, അവൻ കേൾക്കാതിരിക്കുകയില്ല. ഒരു ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി അക്കരെ ചെന്ന യേശുവിന്റെ മനോഭാവം നമുക്കുണ്ടാകാം. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവെ ഈ വർഷം കഴിയുന്നതിന് മുമ്പ് ഒരാത്മാവിനെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി നേടും. നമുക്ക് എടുക്കാമോ? യേശു അത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെന്നത് ക്ഷീണം വകവയ്ക്കാതെ യേശു അക്കരെ പോയത് ഒറ്റ കാര്യമേ ഉള്ളായിരുന്നു.
ഈ ഒരാത്മാവിനെ മാത്രം രക്ഷിക്കാനാണ്. അതിന്റെ അർത്ഥം മുഴു ലോകത്തെക്കാളും വിലയുള്ളതാണ് ഒരാത്മാവ്. അതുകൊണ്ട് ഒരാത്മാവിനെങ്കിലും നേടി നമ്മുടെ കൂട്ടായ്മയിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വേദനകളും സങ്കടങ്ങളും ഭാരങ്ങളും അറിയുന്നവൻ ജീവിക്കുന്നു, അവനായിട്ട് നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.